പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് സർക്കാരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനില്ല എന്നുള്ളതാണ്. നമ്മളിനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികളെക്കുറിച്ചോ മറ്റോ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോടതി വഴി നമുക്കത് കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മളും ഒരു സംസ്ഥാനമാണല്ലോ. എന്താണെന്നറിയോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ വരുമാനത്തിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. ഓൺ ടാക്സ് റവന്യൂ, അല്ലെങ്കിൽ ഓൺ റവന്യൂ, അവർ തന്നെത്താൻ ഉണ്ടാക്കുന്ന റവന്യൂ, സെൻട്രൽ യൂണിയൻ ട്രാൻസ്ഫർ. ഇവ തമ്മിലുള്ള അനുപാതം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 55-45 എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ എടുക്കാം. 55 രൂപ അവരുടെ ഉണ്ടാക്കുന്നത്, 45 രൂപ യൂണിയൻ. ഇത് ആവറേജാണ്. എന്നാൽ യു പിക്ക് 65-35 65 സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ട്രാൻസ്ഫർ ആണ്. ബീഹാറിന് 75-25 75 അവർ ട്രാൻസ്ഫർ കഴിയും. 25 ആണ് മാത്രമേ അവരുടെ ഓൺ റവന്യൂ ഉള്ളൂ. നമുക്ക് ബീഹാറിന്റെയും യു പിയുടെയും വേണ്ട, ഗുജറാത്തിന്റെയും വേണ്ട, ബംഗാളിന്റെയും വേണ്ട, ആവറേജ് കിട്ടണം. പക്ഷെ നമുക്ക് എത്രയാ 2023-24 82-18 നമ്മുടെ ഓൺ ടാക്സ് റവന്യൂ, ഓൺ റിസോഴ്സ് റവന്യൂ എന്ന് പറയുന്നത് 82%, 18% യൂണിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കേരളത്തിന് സങ്കല്പിക്കാനാവാത്തത്ര ധനവിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത്. അത് നികുതി വിഹിതമായിട്ടാണെങ്കിലും ഗ്രാന്റുകളുടെ കാര്യത്തിലാണെങ്കിലും. നമ്മുടെ രാജ്യത്ത് ചില ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തത്തിന് ശേഷം ഉണ്ടായ ദുരന്തം ഒന്ന് മഹാരാഷ്ട്രയിലാണ്. അവിടെ 1492 കോടി രൂപയാണ് ആ ദുരന്തത്തിന്റെ തൊട്ടു പിന്നാലെ കൊടുത്തത്. ആന്ധ്രാപ്രദേശിന് 1036 കോടി, ആസാമിന് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി. ഒരു റിപ്പോർട്ടും വേണ്ടി വന്നിട്ടില്ല. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് മറ്റു റിപ്പോർട്ടുകൾക്കൊന്നും കാത്തു നിൽക്കാതെ പണം കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര സംഘം എത്തിയ ആ ദിവസം തമിഴ്നാടിന് 900 കോടി കൊടുക്കാമെങ്കിൽ വയനാടിന് 5 പൈസ കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ന്യായം എന്താണ് ശിവനാഭ? ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനമല്ലേ. ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ? ആ ഒരു വീക്ഷണകോൺ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത്. വിവരം ഹെലികോപ്റ്റർ വാടക ചോദിച്ച എന്നൊരു വിവരം കേട്ടവൻ കമന്റ് ഇടുന്നു. അതിനേക്കാൾ വിഡ്ഢി അവതാരകൻ പറയുന്നു ശരിയാണ്, പൈസ ശരിയായില്ല എന്ന്. ഇന്ത്യയിൽ മൊത്തം ഒരു നിയമമാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? ഗോപകുമാർ, എനിക്കറിയില്ല. കാരണം മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ദുരിതാശ്വാസം എത്തിച്ചിട്ട് നമുക്കെത്തിയില്ല. അപ്പോൾ ഒരു നിയമമാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക? എൻ്റെ ഗോപകുമാരെ, കലുഷിതമായ രാഷ്ട്രീയം ഉള്ളിലുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം താങ്കൾ കൊച്ചു കൊച്ചു വിവരക്കേട് പറയരുത് കേട്ടോ. സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, നമുക്കത് ബോധ്യപ്പെടുമല്ലോ. കേന്ദ്ര സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ആ ദുരന്തത്തിനിരയായ എല്ലാവരെയും നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കും.